ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആരും പേടിക്കേണ്ട, ബ്രോൾ സ്റ്റാർസിൻ്റെ വീഡിയോ വൈകുന്നേരം വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡാണ് ഇടുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മൾ ലെറ്റ്സ് പ്ലേ 1 നോക്കട്ടെ. ഒരു ഫ്ലാറ്റ് വേൾഡ് ഷോ കോർഡിനേറ്റ്സ് എവിടെയുള്ള ചീറ്റ്സിലാണ് ഷോ കോർഡിനേറ്റ്സ് എവിടെ അതേക്കണം. ഷോർട്ട് കോർഡിനേറ്റ്സ് ഇട്ടിട്ടുണ്ട്. സോ എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ പോവാം ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടാവട്ടെ. ലോഡിംഗ് ആണ് ഗൈസ്. യു കണ്ട് പ്ലേ എന്തൊക്കെ എഴുതിയിരുന്നു. ഓക്കെ, ബിൽഡിംഗ് ടെറൈൻ ആക്കുന്നുണ്ട്. വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഫാനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കുറേ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ലോഡിംഗ് ആണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ഏതോ മരത്തിൻ്റെ ചാമണ്ടയിലാണ് കയറിക്കളഞ്ഞത്. വലിയ മരത്തിൻ്റെ നമ്മളെങ്ങനെ താഴെ ഇറങ്ങും? ആദ്യത്തെ ഹാർട്ട് തന്നെ പൊട്ടിച്ച് കളി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കിട്ടിയ മരം ഞാൻ നീക്കി വെക്കണേന്ന്. പുതിയ മല പോലെ നിങ്ങൾ പുതിയ ഒന്നേനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ. പുതിയ ഒന്നേ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ഇത് എൻ്റെ സ്കിന്ന് കണ്ടോ, അല്പം സ്കേറി പോലെ ഉണ്ട്. രണ്ട് ഉണ്ണക്കണ്ണുകളാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പൊക്ക തന്നെ ട്രാക്കിൻ്റെ പൊക്ക. ഇവിടെ ആദ്യത്തെ പിക്കാക്സ് ഉണ്ടാക്കിയാണ്. ഈ സ്ഥലം നോക്കണമെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. കടലൊക്കെയാണ് തോന്നുന്നു. ഓക്കെ, നമുക്കിന്നൊരു ഗോൾ വേണം. അതായത് ഇന്ന് നമുക്ക് തീർക്കാനുള്ളൊരു ലക്ഷ്യം വേണം. നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റോൺ ടൂൾസ് ആക്കാം. കാരണം ചെറിയ ഗോളൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് അത്രക്കുള്ള സമയമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗ്യാദർ 1 സ്റ്റാക്ക് വുഡ് മേടിക്കാം. 1 സ്റ്റാക്ക് വുഡ് ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ പറ്റുമോ?
അതിനൊക്കെ ഒന്ന് കോള് വേണം, അല്ലാണ്ട് വുഡ് സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കാലും അങ്ങനെ എന്തൊരു പരിപാടി ഇല്ലേ ഉണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു രാത്രിയാവാനാണെങ്കിൽ ഒരു വുഡ് എടുത്തിട്ട് ഫാർമേഴ്സൊക്കെ വെച്ച് ഉണ്ടാക്കാം. അതിന് കിട്ടിക്കിട്ട് ഓക്കെ ഗൈസ്, ഒരു സ്വാഡ്, ഒരു ആക്സ്, ഒരു അയ്യോ ഞാൻ ഒരു ഫർണസാണ് ഉണ്ടാക്കിപ്പോയത്. അതിനൊരു പിക്കാക്സ്, ഷവൽ ഉണ്ടാക്കാനുള്ള ഇതില്ല. ഒരു ഇന്ത്യൻ ഒരു ഒറ്റ സ്റ്റോണും കൂടെ പൊട്ടിച്ചിട്ട് തരാം. എവിടെ ഞാൻ ഉണ്ടാക്കി ഓടി അതേക്കണം. ഓൺലി 1 സ്റ്റോൺ. ഓക്കെ, ഒരു സ്റ്റോൺ കറക്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം ഫ്യൂറിയസ്. ഓക്കെ, ഒരു ഷവലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് അസംബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം പൊക്കത്ത് വെക്കാം. ഫാർമസ് വെക്കട്ടെ കയ്യിൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലക്ഷ്യം, സ്ഥലം. നമുക്ക് 1-2 കൗസിനും കൂടെ കൊല്ലാം. മെയിനായിട്ട് ഷീപ്പാണ് വേണ്ടത്. ഞങ്ങൾക്ക് ബെഡ് വേണം, ഷീപ്പ് മസ്റ്റാണ്. ഞാൻ സാധാരണ കളിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് ഷീപ്പിനെ 3 ആദ്യം കൊല്ലും, എന്നിട്ടൊക്കെയാണ് സ്റ്റോൺ മേറക്കാൻ നിൽക്കുന്നത്. ഓക്കെ, ലെതർ കിട്ടി. നൈസ് നൈസ്. ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട്. ഇവിടെ ഷീപ്പൊന്നും കാണുന്നില്ല. ഷീപ്പ് എന്നാലും വേണമെന്നാണ്. ഓക്കെ, ഒരു റൂയിൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്, ഒരു ഷീപ്പിനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിരിക്കണം ഒരു ഷീപ്പ്. ഇതെങ്ങനെ എന്താണ് ആ ബ്ലോക്കിൽ ചെസ്റ്റ് ഉണ്ടാവില്ല. ചെസ്റ്റ് അവിടെയാണ്. മാക്മയിൽ തൊട്ടുണ്ട്. ചെസ്റ്റ് ഇല്ലേ? ഓക്കെ, 2 ഒബ്സിഡിയൻ കിട്ടി, നല്ലതാണ്. ഫ്ലിൻറ്റ് കിട്ടി, 3 മറ്റേ ഫ്ലെയിം കിട്ടി, ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റ്. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാവശ്യം കിടക്കില്ല. കാരണം ഗോൾഡാണ്. ഒരു അയണൊക്കെ ഉണ്ടെങ്കിൽ സീനില്ല. സോ ഇതൊരു നൈസ് പ്ലേസ് ആണ്. സോ സീൻ സ്ഥലം തന്നെയാണ്. അയ്യോ, നമ്മുടെ ഇവിടെ തന്നെയാണ്. മറ്റേ കേവ് ഉണ്ട്, അതേ ഇരിക്കണം. നമുക്കൊരു ഷീപ്പ് കിട്ടിയായിരുന്നു മറ്റേ റൂം പോർട്ടൽ. അതേ ഇരിക്കുന്നു ഒരു ഷീപ്പും കൂടെ. നമുക്ക് ഇനിയൊരു ഷീപ്പ് വേണം. എന്താ സാധനം? ഷീപ്പാണോ? നമ്മൾ അടിപൊളി. അങ്ങനെ നമ്മൾ 3 ഷീപ്പിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ബെഡ് നമ്മളെ ഈശ്വരിയായിട്ട് കൂടെ ഉണ്ടാക്കാം. ഔട്ട് ടൈപ്പ് ടോപ്പിക്കോ എന്തൊക്കെ എഴുതി കാണിച്ച അഡ്വാൻസ്മെൻ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുയിസ്, എനിക്കിനി കുറച്ച് ഫുഡാണ് വേണ്ടത്. അയ്യടാ, ഒരാട്ടുമ്പ ഇരിക്കുന്നു കുഞ്ഞാടി. ഇതിന് മുമ്പ് വെച്ച് ഇതിനെ വന്നതിന് ശാപം കിട്ടും. വേണ്ട, കൊല്ലുന്നില്ല. നമ്മൾ ജീവിച്ചു പോട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ ഗോളം കൂടെ തുടങ്ങിയാലോ? ഓക്കൂട്ട് വേണോ അതോ ബെർച്ചൂട്ട് വേണോ? അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 2ൻ്റെ ഒരു സ്റ്റാക്ക് വെച്ചുണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓക്കനെ തുടങ്ങാം, 2 ഒരുമിച്ച് തന്നെ കൊടുക്കാം. ഓക്കെ, കയ്യിലത് പിടിക്കാം. ഫുഡും ഫാർമേഴ്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കട്ടെ. അതിന് 5 എണ്ണം കിട്ടി. ഇതെന്ത് വലിയ പേർച്ചൂട്ടാ നോക്കി. എന്താ മോണെ, വലിയ ബെർച്ചൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി,
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്കും ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. സോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം ഷെയറും കൂടെ ചെയ്യുക. ഓക്കെ, ഇരിക്കട്ടെ. അടുത്ത കൗ വന്നിട്ടുണ്ട്, അതിനെ കൊല്ലാം നമുക്ക്. നമ്മൾ ചാവണ്ടെന്ന് മതിയത്. പോലെ 2 ബീഫ് ഇട്ട് തോന്നുന്നത്. ഇതേനാ ഷീപ്പ് എൻ്റെ ഫാമിലിനെയാണ് നമ്മൾ കൊന്നത്. എനിക്കറിഞ്ഞൂടാ. അപ്പം ഇനി രാത്രി ഇടുന്നതാണ്. എൻ്റെ അനിയനും ഉണ്ടാവുന്നതാണ് അതിനൊപ്പം. അപ്പോൾ നമുക്കൊരു മൾട്ടിപ്ലെയർ പോലെ കളിക്കാൻ പറ്റും എൻ്റെ അനിയൻ്റെ ഒപ്പം. രാത്രി ആയല്ലോ, പക്ഷേ കാണിക്കുന്നില്ലല്ലോ. വൈകുന്നേരം ആയല്ലോ, അതങ്ങോട്ട് സമയമാണല്ലോ. കിടന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ രാത്രിയാണ്. ഓക്കെ, ബെഡ് കയ്യിലൊക്കെ എടുക്കാം. നമുക്ക് 32 ബെഡ്ഷീറ്റ് കിട്ടിട്ടോ. നമുക്ക് പിന്നെ കോളും വേണ്ടേ വരും. നമ്മുടെ ബെഡ്ഷീറ്റ് ബബിളൊക്കെ പിന്നെയും താഴെ മാക്സിമം ഉണ്ടാവും സാധ്യതയാണ്. അത് ഏതോ ഒരു സ്പൈഡറിൻ്റെ ശബ്ദമല്ലേ നാം കേൾക്കുന്നത്. ബാക്കിയൂടെ മിക്കവാറും ഞാൻ എനിക്കത് കാരണം അതിൽ ഇടക്കിടക്ക് വെച്ച് കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് തല്ലിക്കണ്ട ഷീപ്പനെയും എല്ലാത്തിനും തല്ലിക്കൊല്ലണം. ഗുഹയിലോട്ട് ഇപ്പം ഇറങ്ങി നോക്കുന്നില്ല. ഒക്കെ അത് നാളത്തെ എപ്പിസോഡിൽ ഇട്ട് നോക്കാം. നാളെ നമുക്ക് വൈകുന്നേരം നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ബ്രോൾ സ്റ്റാർസ് ഇടാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും, നോക്കട്ടെ എത്ര കമൻറ്റാണ് കൂടുതൽ അത് ഇടാം. ഒരുപാട് മരം മൊത്തമുണ്ട്. ഓക്കെ, അമ്മയൊക്കെ വീണാന്. ഓക്കെ, നമ്മൾ ഇത്രയും ഫുഡ് കളക്ട് ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, ബെർച്ചൂട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഫുഡ് കുറേ ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതലുള്ളത് ബെർച്ചൂട്ടാണ്. ഈ ബെർച്ചൂട്ടും കൂടെ മുറിക്കുമ്പോൾ എല്ലാം ആകുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ
ഇന്നത്തെ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു അടുത്തൊരു എപ്പിസോഡായിട്ട് അതിന് മുമ്പ് ഒരു ചെറിയ ഷെൽട്ടർ പോലെ ഒന്ന് കെട്ടാം. വേറെ സോംബിയും മണ്ണാങ്കട്ടയൊന്നും വരണ്ട. ചെറിയൊരു ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം ഇറങ്ങാൻ പറ്റണ ഒരു ഷെൽട്ടർ, അതും ഡേട്ട് മെറ്റാണെന്ന് ഓർക്കണം. ചെറിയൊരു ഷെൽട്ടർ നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി തട്ടിക്കൂട്ടാം. ഓക്കെ, ഹോം നൈസ് ഹോം. കുറച്ചും കൂടെ ഡേട്ട് അങ്ങോട്ട് വേറിട്ടേ ഷവളിനധികം പണി കൊടുക്കുന്നു. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞൂടാ, സംസാരിക്കാൻ മറന്നു പോയി. എനിക്കുള്ള കുഴപ്പം അതാണ്, ഞാൻ വീടെടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ മറന്നുപോയി. പിന്നെ കേട്ട് എന്തൊരു കഷ്ടം. കുറച്ചും കൂടെ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിലും ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടായിരുന്നു. അതിൽ മെയിനായിട്ട് ഞാൻ റിയാക്ഷൻസും അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. ഗുഡ് ബൈ ഗൈസ്.